ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. രാജാവും പരമപരിശുദ്ധനും പ്രതാപശാലിയും യുക്തിമാനുമായ അല്ലാഹുവേ, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. അവരിൽപ്പെട്ട ഇനിയും അവരോടൊപ്പം വന്നു ചേർന്നിട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വിധി വിലക്കുകളെ സൂക്ഷിച്ച് പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മളൊരു ഖുതുബയായി ഇവിടെ ശ്രവിക്കുകയുണ്ടായത് തൗഹീദിൻ്റെ മഖാമിൽ ഏറ്റവും ഉന്നതമായ ഒരു മഖാമായ സ്ഥാനമായ തവക്കുലിനെ കുറിച്ചാണ്. വിശ്വാസ ജീവിതത്തിൽ ഒരു സത്യവിശ്വാസിയുടെ ഈമാനിൻ്റെ പ്രകടനമാണ് തവക്കുലിൽ നിഴലിക്കുകയും പ്രകടമാവുകയും ചെയ്യുന്നത്. തവക്കുൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. തവക്കുൽ അള്ളാഹുവിലുള്ള ദൃഢബോധവും ദൃഢവിശ്വാസവുമാണ്. തവക്കുൽ അള്ളാഹുവിൽ തൻ്റെ മനസ്സിൻ്റെ തേട്ടങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിക്കലാണ്. തവക്കുലിൽ ഒരാൾ തന്നെയും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കലാണ്. തവക്കുൽ തനിക്ക് അള്ളാഹു മതി എന്നതിൻ്റെ പ്രഖ്യാപനമാണ്. ഒരു ദാസനിൽ കലർപ്പില്ലാതെ കളങ്കമില്ലാതെ തവക്കുൽ സാക്ഷാത്കൃതമായാൽ ആ ദാസൻ പിന്നീട് അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷ വെക്കുന്ന, അള്ളാഹു അല്ലാത്തവരിൽ ഭരമേൽപ്പിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ കാക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അയാളിൽ ഉണ്ടാവുകയേ ഇല്ല. തവക്കുലിൽ
അതിൻ്റെ യാഥാർത്ഥ്യവും അതിൻ്റെ ഫലവും തവക്കുൽ എவ்விധം എപ്രകാരമായിരിക്കണമെന്നതിൻ്റെ രീതിയും വിശദീകരിക്കുന്ന ഒരു തിരുമൊഴി അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഹീഹുകളിൽ ഉദ്ധരിക്കപ്പെട്ടത് നമ്മൾ ശ്രവിക്കുകയുണ്ടായി. കുറഞ്ഞ പദപ്രയോഗങ്ങളിൽ ഗംഭീരമായ അതിവിപുലമായ ആശയങ്ങളെ സമ്മേളിച്ച ഒരു തിരുമൊഴി. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹ് ഹഖ്ക തവക്കുലി ലറസഖകും കമാ യർസുഖു ത്വയ്ർ തഗ്ദു ഖിമാസ വതറൂഹു ബിതാന. തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലൗ അന്നകും തതവക്കലൂൻ അലല്ലാഹ് ഹഖ്ക തവക്കുലി, നിങ്ങൾ അല്ലാഹുവിൽ യഥാവിധം തവക്കുലാക്കിയാൽ ലറസഖകും, അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് പ്രദാനം ചെയ്യും. കമാ യർസുഖു ത്വയ്ർ, പക്ഷിക്ക് അല്ലാഹു റിസ്ക് പ്രദാനം ചെയ്യുന്നത് പോലെ. തഗ്ദു ഖിമാസ, പക്ഷി കാലിയായ തൻ്റെ വയറുമായിട്ടാണ് പ്രഭാതത്തിൽ പാറുന്നത്. വതറൂഹു ബിതാന, അത് നിറഞ്ഞ വയറുമായിട്ടാണ് പ്രദോഷത്തിൽ തൻ്റെ കൂട്ടിലേക്ക് തിരിച്ചു പാറുന്നത്. ഇതാണ് തിരുമൊഴി അർത്ഥമാക്കുകയും തേടുകയും ചെയ്യുന്നത്. ഇതിൽ തവക്കുലിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു. അത് എങ്ങനെ എന്നുള്ളത് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സമർത്ഥിക്കുന്നു. തവക്കുലിനാൽ അതിൻ്റെ ഫലം എന്ത് എന്നുള്ളതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മൾ പ്രതീക്ഷയുള്ളവരായി, ദൃഢബോധവും ദൃഢവിശ്വാസവുമുള്ളവരായി, അള്ളാഹു തനിക്ക് മതി എന്ന നിറഞ്ഞ ബോധ്യത്തിൽ തൻ്റെ ആവശ്യങ്ങൾ, കാര്യങ്ങൾ ഏൽപ്പിക്കലാണ് തവക്കുൽ. ഇതിനുള്ള കൽപ്പന മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുകയും സച്ചരിതർ, മഹത്തുക്കൾ അവരുടെ പ്രഖ്യാപനവും അവരുടെ പ്രാർത്ഥനയും അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് ആയിരുന്നു എന്നുള്ളത് നമ്മളെ ഉണർത്തുകയും, വിശ്വാസികളുടെ ലക്ഷണം അവരുടെ തവക്കുൽ അവർ അള്ളാഹുവിൽ മാത്രമാക്കിക്കൊണ്ടായിരിക്കുമെന്ന് അള്ളാഹു ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതവക്കൽ അലൽ ഹയ്യിൽ ലദീ റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് ലാ ഇലാഹ ഇല്ലാഹു ഫത്തഖിദ്ഹു വക്കീല. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും റബ്ബായവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ ഇലാഹ ഇല്ലാഹു, യഥാർത്ഥ ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റൊരാരാധ്യനില്ല. ഫത്തഖിദ്ഹു വക്കീല, അതുകൊണ്ട് ആ റബ്ബിനെ നീ വക്കീലായി സ്വീകരിക്കും. വക്കീൽ എന്ന് പറഞ്ഞാൽ മുവക്കൽ, കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നവൻ, ആവശ്യങ്ങൾ സമർപ്പിക്കപ്പെടുന്നവൻ, തൻ്റെ അകവും പുറവും ഏൽപ്പിക്കപ്പെടുവാനുള്ള, തൻ്റെ ഭരം ഏൽപ്പിക്കപ്പെടുവാനുള്ള ശക്തിയായി, വ്യക്തിയായി നീ അള്ളാഹുവിനെ സ്വീകരിക്ക് എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അള്ളാഹുവിൽ മാത്രമായി സത്യവിശ്വാസികൾ തവക്കുലാക്കട്ടെ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള കൽപ്പനയാകുന്നു. വിശുദ്ധ ഖുർആനിൽ ഇവിധം ധാരാളം കൽപ്പനകൾ കാണുവാൻ സാധിക്കും. വിശ്വാസികളുടെ ലക്ഷണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂൻ,
നിശ്ചയം സത്യവിശ്വാസികൾ മുഅ്മിനീങ്ങൾ എന്താണ് അവരുടെ പ്രത്യേകത? ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പേടിപ്പെടും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, ആ അല്ലാഹുവിൻ്റെ വചനങ്ങൾ അവരിൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദതുഹും ഈമാന, അല്ലാഹുവിൻ്റെ ആയത്തുകൾ വചനങ്ങൾ അവരുടെ ഈമാനിനെ വർദ്ധിപ്പിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ തങ്ങളുടെ റബ്ബിൽ തവക്കുലാക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ വിശ്വാസികളുടെ ലക്ഷണങ്ങളെ, വിശേഷണങ്ങളെ, സിഫത്തുകളെ അള്ളാഹു എണ്ണുമ്പോൾ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഹൃദയം പേടിക്കുന്ന, അള്ളാഹുവിൻ്റെ വചനങ്ങൾ അവരുടെ ഈമാനിനെ മാറ്റുകൂട്ടുന്ന അളവിൽ വർധനവുണ്ടാക്കുന്ന, അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ആളുകളായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. വിശ്വാസികളുടെ പ്രഖ്യാപനം, റബ്ബന അലൈക തവക്കൽന, ഞങ്ങളുടെ റബ്ബേ നിന്റെ മേൽ മാത്രമാണ് ഞങ്ങൾ തവക്കുലാക്കിയിട്ടുള്ളത്. വ ഇലൈക അനബ്ന, നിന്നിലേക്ക് മാത്രമായിട്ടാണ് ഞങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുള്ളത് എന്നാണ്. വമാലന അല്ലാ നതവക്കൽ അലല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അള്ളാഹുവിൽ മാത്രമാണ് ഭരമേൽപ്പിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ഹൃദയത്തിൽ തട്ടി വിശ്വാസികളായൊരു വിഭാഗം അള്ളാഹുവിലേക്ക് ഉയർത്തിയ ദുആയായിട്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അതിനെ ഉണർത്തുന്നത്. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ഉഹുദ് യുദ്ധത്തെ തുടർന്ന് ഒരിക്കൽ കൂടി മദീനയെ ആക്രമിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയും വിശ്വാസികളെയും ആക്രമിക്കുവാനും അവരുടെ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടുന്ന വിവരം അത് മദീനയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെയും വിശ്വാസികളുടെയും അടുക്കൽ എത്തുകയാണ്. അവർ ഉഹദിൽ നിന്ന് മദീനയിലേക്കുള്ള മടക്ക വഴിയിലാണ്. ഈ സമയം അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, കപട വിശ്വാസികൾ ചിലർ പറഞ്ഞു, മക്കക്കാർ ഒരിക്കൽ കൂടി നിങ്ങൾ ആക്രമിക്കുവാൻ സംഘടിക്കുന്നു. ഈ പ്രഖ്യാപനം കപട വിശ്വാസികളിൽ നിന്നുണ്ടായപ്പോൾ അത് വിശ്വാസികളുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. വഖാലു, വിശ്വാസികൾ പ്രഖ്യാപിച്ചു, പ്രഘോഷിച്ചു, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ, കാര്യങ്ങൾ ചാർത്തുവാൻ, ആവശ്യങ്ങൾ സമർപ്പിക്കുവാൻ വക്കീലായി, മുവക്കലായി അള്ളാഹു എത്ര ഉത്തമനാകുന്നു എന്നാണ് ആ വിശ്വാസികൾ പ്രഖ്യാപിക്കുകയുണ്ടായത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലായിരിക്കണം അടിയാറുകളുടെ തവക്കുൽ. അതിന് അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയാണ്. വിശ്വാസികൾ അപ്രകാരം പ്രഖ്യാപിച്ചത്, പ്രാർത്ഥിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ തവക്കുലാക്കുന്നവർക്ക് എന്ത് എന്നത് ഉണർത്തുകയാണ്. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, വല്ലവനും അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ അവന് അള്ളാഹു മതിയാകും. അവനെ സംരക്ഷിക്കുവാൻ, അവനെ താങ്ങുവാൻ, അവന് സൗഖ്യം നൽകുവാൻ, അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ, അവൻ്റെ ആഗ്രഹങ്ങൾ അവന് നേടിക്കൊടുക്കുവാൻ, അവൻ്റെ ഉദ്ദേശങ്ങൾക്ക് ലബ്ധിയും ലക്ഷ്യപ്രാപ്തിയും ഉണ്ടാക്കുവാൻ ഫഹുവ ഹസ്ബു, അള്ളാഹു അവന് മതിയാകും. അതാണ് തവക്കുലിൻ്റെ ഏറ്റവും വലിയ നേട്ടവും അതിൻ്റെ ഫലവും. അള്ളാഹുവിൽ തവക്കുലാക്കുന്നവർക്ക് അള്ളാഹു മതിയാകും. ഏതൊന്നിനാണോ അവർ അള്ളാഹുവിനെ തവക്കുലാക്കുന്നത് അത് അവർക്ക് സാധിച്ചു കൊടുക്കുവാൻ, നേടിക്കൊടുക്കുവാൻ അവർക്ക് അള്ളാഹു മതി എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വാഗ്ദാനം പുലർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ദാസൻ അള്ളാഹു പോരെ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അള്ളാഹു മതി എന്ന തികഞ്ഞ മറുപടിയും നിറഞ്ഞ ഈമാനിൻ്റെ പ്രഖ്യാപനവും അത് വിശ്വാസികൾക്കുണ്ടാകേണ്ടതുണ്ട്. തവക്കുൽ ഫലമേകുന്നതിൻ്റെ ഒരു വിഷയം ഒരു തിരുമൊഴിയിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. നമ്മൾ വീടിൽ നിന്നിറങ്ങുമ്പോൾ
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചര്യ എന്താ? ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് ചൊല്ലിയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്. ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ, ആ നാമത്തിൻ്റെ സഹായത്തിൽ ഞാൻ വീട് വിട്ടിറങ്ങുന്നു. തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു. എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ സുരക്ഷിത വിഷയങ്ങളും വിഭവങ്ങളും ഇതെല്ലാം ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, യാതൊരു കഴിവും ചലനശേഷിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. അങ്ങനെയുള്ള അള്ളാഹുവിൽ ഞാൻ ഏൽപ്പിച്ച ആ അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ സഹായത്തിൽ, ആ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ വീട് വിട്ടിറങ്ങുന്നു. ഇതാണ് ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അസില്ല ഔ ഉസൽ ഔ അദിൽ ഔ ഉദൽ ഔ അദ്ലിം ഔ ഉദ്ലം ഔ അജ്ഹൽ ഔ യുജ്ഹൽ അലൈ. ഇത് പ്രാർത്ഥനയാണ്. ഈ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദുആക്കപ്പുറം ഈ ദുആ നിർവഹിച്ചിട്ട് ഇറങ്ങിയാൽ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഹുദീത ഖുഫീത വവുഖീത് എന്ന് അയാളോട് പറയപ്പെടുമെന്നാണ്. എന്താ ഹുദീത്? നിങ്ങൾ മാർഗം സിദ്ധിച്ചവനായി. ഖുഫീത്, നിങ്ങൾക്ക് അള്ളാഹു മതിയാകും. വവുഖീത്, നിങ്ങൾക്ക് സുരക്ഷ നൽകപ്പെട്ടു, നിങ്ങൾക്ക് സംരക്ഷണം നൽകപ്പെട്ടു. അതുകൊണ്ട് ഹൃദ്യമായി സമാധാനത്തിൽ ശാന്തിയിൽ പോകാൻ ഉള്ള ഒരു വിളംബരാണ്. മാത്രമല്ല തിരുമൊഴിയുടെ ഒരു ഭാഗത്ത് കാണാം, പിശാചുകൾ അന്യോന്യം അടക്കം പറയുമെന്നാണ്. ഒരു പിശാച് മറ്റൊരു പിശാചിനോട് പറയുമെന്നാണ്, കൈഫ ബിക ബിറജുലിൻ ഖദ് കുഫിയ ഖദ് ഹുദിയ വ കുഫിയ വ വുഖി. സുരക്ഷ നൽകപ്പെട്ട അള്ളാഹു മതിയായവനായ സന്മാർഗം സിദ്ധിച്ച ഒരു മനുഷ്യനെ ഇനി നിനക്കെങ്ങനെ പിഴപ്പിക്കുവാനാണ്, തെറ്റിക്കുവാനാണ് എന്നൊരു പിശാച് മറ്റൊരു പിശാചിനോട് അടക്കം പറയും എന്നാണ്. ഇവിടെ എന്താണ് ഒരു വീട് വിട്ടിറങ്ങുന്ന വിശ്വാസി ചെയ്തത്? വിശ്വാസി ചെയ്തത് അവൻ്റെ ഈമാൻ, അവൻ്റെ തവക്കുൽ അവന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആ പ്രഖ്യാപനത്തിന് തിരുമൊഴിയിൽ വന്ന തിരുമൊഴി അവൻ നിർവഹിക്കുകയാണ് ചെയ്തത്. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നേടിയതോ? അവൻ നേടുന്നത് വളരെ വലുതാണ്. അവൻ സംരക്ഷിക്കപ്പെടുകയാണ്, അവൻ സന്മാർഗത്തിൽ ഉൾപ്പെടുത്തപ്പെടുകയാണ്, അവന് രക്ഷയായി മതിയായവനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടൊപ്പമാവുകയാണ്. ഇത് തവക്കുലിൻ്റെ ഫലവും അതിൻ്റെ മേന്മയുമാണ്. അതുകൊണ്ട് തന്നെ തവക്കുൽ അതിൽ കലർപ്പില്ലാതെ, കളങ്കമില്ലാതെ, അത് കൃത്യവും അത് യഥാവിധവുമായിട്ട് ഒരു വിശ്വാസിയുടെ ആദർശമായി, ഈമാനായി, തൗഹീദായി അയാളിൽ നിറയുകയും അത് അയാളിൽ സ്ഥാനം നേടുകയും ചെയ്യേണ്ടതുണ്ട്. തവക്കുൽ തവാക്കുലാകാൻ പാടുള്ളതല്ല. തവക്കുൽ എന്ന് പറഞ്ഞാൽ അകവും പുറവും ആവശ്യങ്ങളെല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കലും അള്ളാഹുവിൽ ചാർത്തലുമാണ്. തവാക്കുൽ എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾ സ്വീകരിക്കാതെ എല്ലാം അള്ളാഹുവിലെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ കർമ്മങ്ങളിൽ നിന്ന് വിമുഖനായി, കർമ്മങ്ങളിൽ വിരക്തനായി ജീവിക്കലാണ്. അത് പാടുള്ളതല്ല. തന്നാൽ നിർവഹിക്കേണ്ടതെല്ലാം നിർവഹിച്ചതിൽ പിന്നെയാണ് തവക്കുൽ. ഒരാൾ തൻ്റെ കഴിവും ശേഷിയും ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കേണ്ടതുണ്ട്. തന്നാൽ നിർവഹിക്കേണ്ടത് താൻ നിർവഹിക്കേണ്ടതുണ്ട്. അതിനപ്പുറമാണ് തവക്കുൽ. ഒരാൾ ഒന്നും നിർവഹിക്കാതെ, ഒന്നും ചെയ്യാതെ ഞാൻ തവക്കുലിൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ അത് തവക്കുലല്ല, അത് തവാക്കുലാണ്. അയാൾ മുത്തവക്കിലല്ല, അയാൾ മുത്തവാക്കിലാണ്. തവാക്കുൽ നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്, അത് പാടില്ലാത്തതാണ്. തവക്കുലാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതും നമ്മൾ ചെയ്യാൻ പറഞ്ഞതും. എന്താണ് തവക്കുൽ? കാര്യകാരണ ബന്ധങ്ങൾ അത് നമ്മളാൽ കഴിയുന്നത് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയിലേക്ക് കണ്ണോടിച്ചാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചെയ്തികളും ചര്യകളും തിരുമൊഴികളും ഈ വിഷയത്തിൽ ധാരാളമാണ്. തിരുനബി ഹിജ്റ പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കി. എപ്പോഴാണ് തിരുനബിയുടെ തവക്കുൽ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തവക്കുൽ അത് ഹിജ്റയുടെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് ജബൽ സൗറിൻ്റെ മുകളിൽ വെച്ചാണ്. ജബൽ സൗർ എന്ന് പറഞ്ഞാൽ മക്കയിൽ ഏറെ തല ഉയർത്തി നിൽക്കുന്ന, കയറാൻ ഏറെ പ്രയാസവും ശ്രമകരവുമായ ഒരു പർവ്വതമാണ്. അത് മക്കയിൽ നിന്ന് മദീനയുടെ വഴിയിലല്ല, മക്കയിൽ നിന്ന് മദീനയുടെ നേരെ എതിർഭാഗത്ത് യമൻ്റെ ഭാഗത്താണ് ജബൽ സൗർ സ്ഥിതി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പുറപ്പെടാൻ ഉദ്ദേശിച്ചപ്പോൾ ഹിജ്റയിൽ തൻ്റെ കൂട്ടുകാരനെ, തന്നോട് സഹകരിക്കേണ്ട, സഹവാസിയാകേണ്ട, തൻ്റെ സഹസഞ്ചാരിയാകേണ്ട വ്യക്തിയെ നിശ്ചയിച്ചു. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. ഹിജ്റയിൽ തങ്ങൾക്ക് യാത്രാ വാഹനമാകേണ്ട യാത്രാ വാഹനത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. യാത്രയിൽ വഴികാട്ടി വേണം. ആ വഴികാട്ടിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കി 3 നാളുകൾക്ക് ശേഷം വഴികാട്ടിയോട് ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടെത്താം എന്ന് പറയുകയുണ്ടായി. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മുന്നോടിയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സാധാരണ പതിവിൽ കാണാത്ത സമയം നട്ടുച്ച സമയത്ത് ചൂടിൽ പോയി തളച്ചു നിൽക്കുന്ന സൂര്യൻ്റെ ചൂടിൽ വീട്ടിൽ ചെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുകയാണ്. ഹിജ്റയുമായി ബന്ധപ്പെട്ട പുറപ്പെടുവാൻ അള്ളാഹു നൽകിയ അനുവാദത്തെക്കുറിച്ച് പറയുകയാണ്. നിങ്ങൾ എൻ്റെ കൂട്ടുകാരനാണ് ഹിജ്റയിലെന്ന് പറയുകയാണ്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ മുന്നോടിയായി ചെയ്തതാണ്. അതിൽ പിന്നെ മക്കക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 11 അറേബ്യൻ ഖുറൈശി ഗോത്രങ്ങൾ, അതിലെ ശക്തന്മാരായ കരുത്തന്മാരായ യുവാക്കൾ തിരുനബിയുടെ വീട് വളഞ്ഞു നിന്ന് തിരുനബിയെ ഒന്നിച്ച് ആക്രമിച്ച് വാളുകൊണ്ട് വെട്ടി കൊല്ലുവാൻ അവർ തീരുമാനമെടുത്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല എന്നെ വിളിച്ച് തൻ്റെ വിരിപ്പിൽ കിടക്കാൻ ആവശ്യപ്പെടുകയും തൻ്റെ പുതപ്പായ തൻ്റെ ഒരു പുതപ്പ് അബൂ അലിയാരോട് പുതക്കുവാൻ ആവശ്യപ്പെടുകയും അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുകയാണ്. 3 ദിവസം ജബൽ സൗറിൻ്റെ മുകളിൽ താമസിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ജബൽ സൗറിൻ്റെ നേരെ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ഒരു പിടി മണ്ണ് വാരി ആ മണ്ണ് ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞ് ഈ തന്നെ കൊല്ലുവാൻ ഘടകമുയർത്തി നിൽക്കുന്ന ആളുകൾക്ക് നേരെ എറിഞ്ഞ് അവർക്കിടയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ഭാരിച്ച ചുവടുവെപ്പുകൾ, വളരെ പ്രയാസത്തിൻ്റെ കാൽവെപ്പുകൾ നടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ സൗറിന് നേരെ സഞ്ചരിക്കുകയാണ്. തങ്ങൾ അവിടെ എത്തിയാൽ അവിടേക്ക് വേണ്ട ഭക്ഷണം എത്തിക്കേണ്ട, അതേപോലെ തന്നെ അവിടേക്ക് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യേണ്ടതായ വിഷയങ്ങളൊക്കെ ഒരുക്കിയതിന് ശേഷമാണ് ഈ പ്രയാണം. അങ്ങനെയാണ് ജബൽ സൗറിന് മുകളിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗുഹയിൽ 3 നാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം കഴിയുന്നത്. ഈ മലയും പലായനത്തിൻ്റെ തുടക്ക വഴിയും റസൂലുള്ള മദീനക്ക് നേരെ തിരഞ്ഞെടുത്തില്ല. പ്രത്യുത മദീനയുടെ എതിർവഴിയിലാണ് തിരഞ്ഞെടുത്തത്. കാരണം മദീനയിലേക്കാണ്, യസ്രിബിന് നേരെയാണ് റസൂലുള്ളാന്റെ ഹിജ്റ എന്നുള്ളത് മക്കക്കാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ അന്വേഷണം അത് മക്കയിൽ നിന്ന് മദീനയുടെ വഴിയിലേക്കാണ് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വഴി തിരഞ്ഞെടുക്കാതെ നേരെ എതിർവഴി യമനിൻ്റെ ഭാഗത്തുള്ള ആ വഴിയാണ് തിരഞ്ഞെടുത്തത്. കാരണം ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിജ്റയുടെ ഈ വിഷയത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചതിന് ശേഷം ജബൽ സൗറിന് മുകളിലെത്തി അവിടെ കഴിയുമ്പോഴാണ് മക്കയിൽ ബഹുദൈവ വിശ്വാസികൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലമുകളിലും അന്വേഷിക്കുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പ്രവാചകരെ, അവരിൽ ഒരാൾ തൻ്റെ കാലിലേക്ക് നോക്കിയാൽ, കാൽപാദത്തിലേക്ക് നോക്കിയാൽ അവർ നമ്മളെ കാണുമല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ അബൂബക്കർ
മാ ദന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. അബൂബക്കർ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മൾ 2 പേരാണോ? മൂന്നാമനായി അല്ലാഹു ഇല്ലേ? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നിങ്ങൾ ദുഃഖിക്കരുത്, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തവക്കുൽ. അപ്പോൾ തവക്കുലാണ്, അതിൽ ഖലലില്ല, അതിൽ കലർപ്പില്ല, കളങ്കമില്ല, കൃത്യമാണ്. തവക്കുൽ കളങ്കമില്ലാതെ കലർപ്പില്ലാതെയാകണമെങ്കിൽ ഒരാൾ തന്നാൽ കഴിയുന്നത് നിർവഹിച്ചതിന് ശേഷം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്ന, അള്ളാഹുവിൽ കാര്യങ്ങൾ സമർപ്പിക്കുന്ന, അള്ളാഹുവിൽ മാത്രമായി കാര്യങ്ങൾ സമർപ്പിക്കുന്ന ദൃഢബോധമുള്ള ദൃഢവിശ്വാസിയായ, അള്ളാഹു തനിക്ക് മതി, അള്ളാഹു മാത്രം മതി എന്ന ദൃഢബോധത്തിൽ വിശ്വാസത്തിൽ തവക്കുലാക്കുന്നവൻ ആയിരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ തദാവൂ, നിങ്ങൾ ചികിത്സിക്കൂ എന്ന് പറഞ്ഞു. ചികിത്സിക്കുവാൻ നമുക്ക് നിശ്ചയിച്ചതായ മാർഗങ്ങളുണ്ട്, അനുവദനീയമായ മാർഗങ്ങൾ. ആ മാർഗങ്ങൾ തേടുവാൻ കൽപ്പിച്ചു. നിങ്ങൾ തവക്കുലാക്കിക്കോളി രോഗം വന്നാൽ എന്നല്ല പറഞ്ഞത്, പിന്നെയോ ചികിത്സിക്കാൻ പറയുകയാണ് ചെയ്തത്. അപ്പോൾ ചികിത്സിക്കുക, അതിനപ്പുറം തവക്കുലാക്കുക, അതാണ് തവക്കുൽ. അതില്ല എങ്കിൽ തവാക്കുലാണ്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖിൽഹാ വതവക്കൽ, ഒട്ടകത്തെ കൊണ്ടുവന്ന ആളോട് പറയാണ്, അയാൾ പറയാണ് ഒട്ടകത്തെ വിടട്ടെ, എന്നിട്ട് തവക്കുലാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇഖിൽഹാ, ഒട്ടകത്തെ കെട്ടിയിട്, എന്നിട്ട് വതവക്കൽ, തവക്കുലാക്ക്. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദി. യുദ്ധത്തിൽ തിരുനബി 2 അങ്കികൾ ധരിക്കാറുണ്ടായിരുന്നു. എന്തിനാണ് അങ്കി ധരിക്കുന്നത്? ശത്രുവിൻ്റെ ആയുധ പ്രയോഗങ്ങൾ ഏൽക്കാതിരിക്കാനാണ്. തിരുനബിക്ക് തവക്കുലാക്കിയാൽ മതി, ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കി ഖലാസ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്കി ധരിച്ചതിന് ശേഷം കാര്യകാരണ ബന്ധങ്ങളിൽ തനിക്കാവുന്നത് നിർവഹിച്ചതിന് ശേഷം പിന്നീടാണ് തവക്കുൽ. ചിലപ്പോൾ റസൂലുള്ള പറയാറുണ്ട്, മൻ യഹ്റുസിനി ഹാദിഹിൽ ലൈല, ഈ രാത്രി ആരാണ് നമുക്ക് കാവൽ നിൽക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരാണെന്ന് എനിക്ക് കാവൽ നിൽക്കുക? റസൂലുള്ളാഹിക്ക് തവക്കുലാക്കിയാൽ മതി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽക്കാരനെ നിശ്ചയിച്ച് സുരക്ഷാ മാർഗങ്ങൾ ഭദ്രമാക്കിയതിന് ശേഷം പിന്നീടാണ് തവക്കുൽ. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദിയാണ്. പൂർവ്വകാലത്തുള്ള പ്രവാചകന്മാരുടെ വിഷയത്തിൽ പറഞ്ഞില്ലേ, ഫഅസ്രി ബിഇബാദി ഇന്നഹും മുത്തബഊൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയോടുള്ള അള്ളാഹുവിൻ്റെ ബോധനമാണ്, എൻ്റെ ദാസന്മാരെയും കൊണ്ട് നീ നിശാഗമനം നടത്തുക, രാത്രി സഞ്ചരിക്കാൻ പറയാണ്. കാരണം സൈന്യം ഫറോവനും കൂട്ടരും അവരെ അനുഗമിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ദാസന്മാരെയും കൊണ്ട് നീ സഞ്ചരിക്കുന്നതാണ്. തവക്കുലാക്കിയിട്ട് അവിടെ നിൽക്കാൻ പറയല്ല, പിന്നെയോ അവരെയും കൊണ്ട് സഞ്ചരിക്കാനാണ് പറയുന്നത്. എന്നിട്ട് പിന്നെയാണ് തവക്കുൽ. ഖുദു ഹിദ്റക്കും, സത്യവിശ്വാസികളെ വിളിച്ച് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മുൻകരുതലുകൾ സ്വീകരിക്കണം. തവക്കുലാക്കാനല്ല, പിന്നെയോ മുൻകരുതൽ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. നമ്മളാൽ നിർവഹിക്കാനാവുന്നതെല്ലാം നമ്മൾ നിർവഹിച്ചതിന് ശേഷം മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയിലുള്ള സമർപ്പണമാണ് തവക്കുൽ. അപ്പോൾ ഈ ഒരു വിഷയം തവക്കുലിൽ അറിയേണ്ടതുണ്ട്. തവക്കുൽ തൗഹീദിൻ്റെ ഏറ്റവും ഉന്നതമായ മഖാമാണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം ആ തവക്കുൽ കൃത്യമാക്കുവാനും അത് യഥാവിധമാക്കുവാനും വിശ്വാസികൾ ശ്രമിക്കുകയും അത് യഥാവിധമാക്കുവാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ തവക്കുലാക്കുകയും അള്ളാഹുവിൽ നിന്ന് ഫലം കാണുകയും ചെയ്തതിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും. ഹിജ്റയുമായി ബന്ധപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അറാഫിൽ ഉണർത്തുന്ന ഒരു വിശദമായ ഭാഗം അതിൽ ചിലത് നമ്മൾ ഈ മിമ്പറിൽ കേൾക്കുകയുണ്ടായി. അവരുടെ തവക്കുലിൻ്റെ പ്രഖ്യാപനമാണ്. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖതീബുൽ അംബിയ, നബിമാരുടെ ഖതീബ് എന്ന ഖ്യാതിയുള്ള പേരും പ്രശസ്തിയുമുള്ള നബിയാണ്. അദ്ദേഹത്തിൻ്റെ ജനതയോട് അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിൻ്റെ ഉത്ബോധനവുമാണ് സൂറത്ത് അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതാനും വചനങ്ങളിൽ നമ്മളെ ഉണർത്തുന്നത്. ഖാലൽ മലഉ الذين استكبروا من قومه لنخرجنك يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا قال أولو كنا كارهين
ഖദ് ഇഫ്തറൈന അലല്ലാഹി കദിബൻ ഇൻ ഉദ്നാ ഫീ മില്ലതികും ബഅദ ഇദ് നജ്ജാന അല്ലാഹു മിൻഹാ വമാ യകൂനു ലനാ അൻ നഊദ ഫീഹാ ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുനാ വസിഅ റബ്ബുനാ കുല്ല ശൈഇൻ ഇൽമാ അലല്ലാഹി തവക്കൽനാ റബ്ബനാ ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാത്തിഹീൻ. എന്താ പറയുന്നത്? ഖാലൽ മലഉൽ ലദീന കഫറു മിൻ ഖൗമി, ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയിൽപ്പെട്ട അഹങ്കാരികളായ പ്രമാണിമാർ പറഞ്ഞു. എന്താണ് അഹങ്കാരികളായ പ്രമാണിമാർ പറഞ്ഞത്? ഖാലൽ മലഉൽ ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി ലനുഖ്രിജന്നക യാ ഷുഐബു വല്ലദീന ആമനു മിൻ ഖറിയതിന. ഷുഐബേ, നിങ്ങളെയും നിങ്ങളെ അനുധാവനം ചെയ്ത പിൻപറ്റിയ വിശ്വാസികളെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്താക്കും. ലനുഖ്രിജന്നക യാ ഷുഐബു വല്ലദീന ആമനു മഅക മിൻ ഖറിയതിന. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും. ഔ ലതഊദുന്ന ഫീ മില്ലതിന. നാട്ടിൽ നിന്ന് പുറത്താക്കേണ്ട എങ്കിൽ ഞങ്ങളുടെ മാർഗത്തിലേക്ക്, ആദർശത്തിലേക്ക് മടങ്ങി വന്നോളി. ഇതാണ് പ്രമാണിമാരായ അഹങ്കാരികൾ ഷുഐബ് നബിയോട് പറഞ്ഞത്. ഞങ്ങളുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരിക. അതില്ല എങ്കിൽ ഷുഐബേ, നിങ്ങളെയും നിങ്ങളുടെ മാർഗത്തെ പിൻപറ്റിയ വിശ്വാസികളെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞു. ഉടനെ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രതികരണം, അവലൗ കുന്നാ കാരിഹീൻ, നിങ്ങളുടെ ആദർശം അതിൽ വിമിഷ്ടമുള്ളവരും അതിൽ വെറുപ്പുള്ളവരുമാണ് ഞങ്ങൾ, എന്നാലും നിങ്ങളുടെ ആദർശം ഞങ്ങൾ പുൽകണമെന്നാണോ പ്രമാണിമാരെ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അവരോടുള്ള വർത്താനം, ഖദ് ഇഫ്തറൈന അലല്ലാഹി കദിബൻ ഇൻ ഉദ്നാ ഫീ മില്ലതികും ബഅദ ഇദ് നജ്ജാന അല്ലാഹു മിൻഹാ. നിങ്ങളുടെ മാർഗത്തിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തിയതിന് ശേഷം ആ ആദർശത്തിലേക്ക് ഞങ്ങൾ മടങ്ങുകയാണ് എങ്കിൽ ഞങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജമാണ് കെട്ടിപ്പടക്കുന്നത്. വമാ യകൂനു ലനാ അൻ നഊദ ഫീഹാ ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുനാ. മേലായ ഞങ്ങളുടെ റബ്ബായ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലല്ലാതെ വമാ യകൂനു ലനാ അൻ നഊദ ഫീഹാ, നിങ്ങളുടെ ആദർശത്തിലേക്ക് ഞങ്ങൾ മടങ്ങുക എന്നുള്ളത് ഇല്ലേ ഇല്ല, ഞങ്ങൾ ആ ആദർശത്തിലേക്ക് ഇല്ല എന്ന് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. വമാ യകൂനു ലനാ അൻ നഊദ ഫീഹാ ബഅദ ഇദ് നജ്ജാന അല്ലാഹു മിൻഹാ ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുനാ വസിഅ കുല്ല ശൈഇൻ ഇൽമാ. ഞങ്ങളുടെ റബ്ബ് അവൻ്റെ ഇൽമു കൊണ്ട് എല്ലാ വസ്തുക്കളെയും വിശാലമായി ഉൾക്കൊണ്ടവനാണ്. അലല്ലാഹി തവക്കൽന. എന്നിട്ട് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അലല്ലാഹ്, അള്ളാഹുവിൽ മാത്രമായി, തവക്കൽന, ഞങ്ങൾ തവക്കുലാക്കിയിരിക്കുന്നു. റബ്ബന ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാത്തിഹീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ ജനവിഭാഗത്തിൻ്റെയും ഇടയിൽ നീ ന്യായപൂർവം വിധി കൽപ്പിക്കണമേ എന്നാണ് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ. അതായത് അള്ളാഹുവിൽ ഞങ്ങൾ തവക്കുലാക്കിയിരിക്കുന്നു, അള്ളാഹുവെ ഞങ്ങളുടെയും ഞങ്ങളുടെ ജനവിഭാഗത്തിൻ്റെയും ഇടയിൽ നീ വിധി തീർപ്പ് കൽപ്പിക്കണമേ, നീ ഏറ്റവും നന്നായി വിധി തീർപ്പ് കൽപ്പിക്കുന്നവനാണല്ലോ എന്ന് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആയിരക്കുകയാണ്. മാത്രമല്ല, വഖാലൽ മലഉൽ ലദീന ഇസ്തക്ബറു, അഹങ്കാരികളായ പ്രമാണിമാർ പറഞ്ഞു, ലൈൻ ഇത്തബഅതും ശുഐബൻ ഇന്നകും ഇദൻ ലഖാസിറൂൻ. വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ ഷുഐബിനെ പിൻപറ്റിയാൽ നിങ്ങൾ നഷ്ടക്കാരാണ്, നിങ്ങൾക്ക് നഷ്ടമാണ്. എന്നാൽ നാട് വിടേണ്ടി വരും, ഞങ്ങൾ നിങ്ങളെ കൈയൊഴിക്കും, ഞങ്ങളുടെ ആക്രമണം ഉണ്ടാവും, ഇതൊക്കെ പറഞ്ഞുള്ള ഭീഷണിയാണ്. നിങ്ങൾ തികഞ്ഞ നഷ്ടക്കാരായിരിക്കും എന്നാണ് ആ പ്രമാണിമാർ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഅഖദതുഹുമുർ റജ്ഫ ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ. ആരുടെ വിളിയാണ് അള്ളാഹു കേട്ടത്? അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്ത ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിളി കേട്ടു. അള്ളാഹു പറയാണ്, ഈ അക്രമികളെ ഭൂകമ്പം, ഘോരമായ പ്രകമ്പനം, ഫഅഖദതുഹുമുർ റജ്ഫ, അവരെ പിടികൂടി. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, ആ പ്രമാണിമാർ, അക്രമികൾ അവരുടെ ഭവനങ്ങളിൽ ജീവനറ്റ് വീഴുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അല്ലദീന കദ്ദബൂ ശുഐബൻ കഅല്ലം യഗ്നൗ ഫീഹാ അല്ലദീന കദ്ദബൂ ശുഐബൻ കാനൂ ഹുമുൽ ഖാസിരീൻ. അല്ലദീന കദ്ദബൂ ശുഐബൻ, ശുഐബിനെ കളവാക്കിയ അക്രമികൾ, കഅല്ലം യഗ്നൗ ഫീഹാ, അവരാ നാട്ടിൽ പാർത്തിട്ടില്ല എന്നതുപോലെയായി തീർന്നു. ഒരു പ്രകമ്പനത്തിൽ, ഒരു ഭൂകമ്പത്തിൽ അങ്ങനെ ഒരു ആൾക്കൂട്ടം ആ നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നതുപോലെ
അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളുടെ നാടാക്കി തീർത്തു. അല്ലദീന കസ്സബൂ ശുഐബൻ കാനൂ ഹുമുൽ ഖാസിരീൻ. ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കളവാക്കിയവർ അവരാണ് നഷ്ടക്കാരായി പരിണമിച്ചത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ഈ ഒരു രക്ഷ വിശ്വാസികൾക്കുണ്ടായത്, ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കുണ്ടായത്, അദ്ദേഹത്തിൻ്റെ എതിരാളികളായ അക്രമികൾ, അവിശ്വാസികൾ, അന്യായക്കാർ, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പാഠവും ഉണ്ടായത് അത് ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു വിളിയാലാണ്. എന്താണ് ആ വിളി? അലല്ലാഹി തവക്കൽന റബ്ബന ഇഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വ അൻത ഖൈറുൽ ഫാത്തിഹീൻ. അള്ളാഹുവിൽ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വവും അതിൻ്റെ ഫലവും വളരെ വലുതാണ്. ചരിത്രത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ ഇവിധം വേറെയും നമുക്ക് കാണാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഫിർഔന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ച സന്ദർഭം, ഇദ്ഹബ ഇലാ ഫിർഔൻ ഇന്നഹു തഗ ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ ഖാല റബ്ബന ഇന്നാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗ ഖാല ലാ തഖാഫ ഇന്നനി മഅകുമ അസ്മഉ വ അറ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടും ഹാറൂനോടും പറയാണ്, ഇദ്ഹബ ഇലാ ഫിർഔൻ, നിങ്ങൾ രണ്ടാളും ഫിർഔന്റെ അടുക്കലേക്ക് പോവുക. ഇന്നഹു തഗ, ഫിർഔൻ അവൻ അതിക്രമിയായിരിക്കുന്നു, അതിർവരമ്പുകളെ ലംഘിച്ച് അവൻ അഹങ്കരിച്ച് മുന്നേറുകയാണ്. ഫിർഔന്റെ അടുക്ക് ചെല്ലാൻ പറയാണ്. ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, ലയ്യനായ മൃദുലമായ വാക്ക് പറഞ്ഞ് അവനെ ദഅവത്ത് നടത്താൻ പറയാണ്. ഒരു വേള അവൻ ഭയക്കുകയും സംസ്കൃതനാവുകയും ചെയ്തേക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും പറയുകയാണ്, അള്ളാഹുവെ, ഞങ്ങൾ ഭയക്കുന്നു, ഫിർഔൻ ഞങ്ങളുടെ നേരെ അതിക്രമിച്ചേക്കുമോ, ഞങ്ങളോട് അന്യായം പ്രവർത്തിച്ചേക്കുമോ എന്ന് ഞങ്ങൾ ഭയക്കുകയാണ്. കാരണം ന്യായാണ്. ഫിർഔൻ ആരാണ്? അഹങ്കാരിയായ ഭരണാധികാരിയാണ്. ആണുങ്ങളെ കൊല്ലുന്ന, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്ന, ആളുകളെ ആദർശത്തിൽ ഛിന്ന ഭിന്നമാക്കുന്ന അന്യായക്കാരനാണ് ഫിർഔൻ. അങ്ങനെയുള്ള ഫിർഔന്റെ അടുക്കലേക്കാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലുമാരായിട്ട് നിയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇന്നാ നഖാഫ് അൻ യഫ്റുത അലൈന ഔ അൻ യത്ഗ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ്, ഖാൽ ലാ തഖാഫ, നിങ്ങൾ ഭയക്കരുത്, ഇന്നനി മഅകുമ, നിങ്ങൾ രണ്ടുപേരോടൊപ്പവും ഞാനുണ്ട്, അസ്മഉ വ അറ, ഞാൻ കേൾക്കുന്നവനായി, ഞാൻ കാണുന്നവനായി നിങ്ങളോടൊപ്പം ഞാനുണ്ട്. അതുകൊണ്ട് എല്ലാം കാണുന്ന, എല്ലാം കേൾക്കുന്ന അള്ളാഹുവിൽ തവക്കുലാക്കി, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായി, ദൃഢബോധമുള്ളവരായി ഫിർഔന്റെ അടുക്കലേക്ക്, അവൻ്റെ കൊട്ടാരത്തിലേക്ക്, അവൻ്റെ അഹങ്കാരത്തിന് മുന്നിലേക്ക് നടന്നെടുക്കുവാനും പോകാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ ഹാറൂൻ അലൈഹിമസ്സലാമയോട് ഉണർത്തുന്നത്. ആ വിശ്വാസത്തിൽ, ആദർശത്തിൽ, ആ തവക്കുലിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂനും ഫിർഔന്റെ അടുക്കലേക്ക്, ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയും അവനെ ദഅവത്ത് നടത്തുകയും വിളിക്കുകയും ചെയ്യുകയും പിന്നീട് വിശാലമായ ഈജിപ്തിൻ്റെ മണ്ണിൽ വിശാലമായ ചരിത്രങ്ങൾ അരങ്ങേറിയത്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തിയത് ഫിർഔനെയും അവൻ്റെ കിങ്കരന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുകയും ഒതുക്കുകയും ചെയ്തത്. അത് നമ്മൾ വിശുദ്ധ ഖുർആനിൽ വിശദമായിട്ട് വായിക്കുന്നു. ഇതെല്ലാം തവക്കുൽ അത് യഥാവിധമായപ്പോൾ, അത് യഥാർത്ഥ വിശ്വാസത്തിൽ അത് കൃത്യമാക്കിയപ്പോൾ വിശ്വാസികൾക്ക് ചരിത്രം സമ്മാനിച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ്. പറഞ്ഞു വരുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകവും ഇബാദത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗവുമാണ് തവക്കുൽ. ആ തവക്കുൽ കലർപ്പില്ലാതെ, കളങ്കമില്ലാതെ അത് യഥാവിധമായിട്ടുണ്ട് എങ്കിൽ അതാണ് വിശ്വാസികൾക്ക് മുഴുവൻ നേട്ടങ്ങളും നന്മകളും നേടിക്കൊടുക്കുന്നത്. ഒരിക്കലും അള്ളാഹുവിൽ നിരാശപ്പെട്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഇച്ഛാഭംഗപ്പെട്ട് ഒരു ജീവിത വിശ്വാസികൾക്കുണ്ടായിക്കൂടാ. അള്ളാഹു തൻ്റെ ദാസന്മാർക്ക് താൻ പോരെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു ഞങ്ങൾക്ക് മതി എന്നുള്ളതായ ധീരമായ പ്രഖ്യാപനം അത് വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് ഉയർക്കൊള്ളേണ്ടതുണ്ട്. ഒരിക്കലും വിശ്വാസികൾക്ക് അള്ളാഹു അല്ലാതെ ആശ്രയിക്കുവാനും അവലംബിക്കുവാനും ശക്തികളും വ്യക്തികളും ഉണ്ടാവുക എന്നുള്ളത് പാടുള്ളതേ അല്ല. അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതായ വിഷയങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട്
പറയുന്ന, അവരിൽ നിന്ന് അപേക്ഷിക്കുന്നതായ ഒരു ദുരന്തം അത് വിശ്വാസികൾക്കുണ്ടാകാൻ പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട്, അള്ളാഹുവിൽ ഇച്ഛാഭംഗപ്പെട്ട് പലരും അള്ളാഹുവോട് മാത്രം തേടേണ്ട, ചോദിക്കേണ്ട വിഷയങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് അപേക്ഷിക്കുന്ന, പല ജാറങ്ങളിലും മഖാമുകളിലും പല കേന്ദ്രങ്ങളിലും സമർപ്പിക്കുന്ന, പല പുണ്യാളന്മാരുടെയും പുണ്യാളത്തികളുടെയും പല ജിന്നുമ്മമാരുടെയും അതേപോലെ തന്നെ പല സിദ്ധന്മാരുടെയും മുമ്പിൽ സമർപ്പിക്കുന്നതായ പ്രയാസകരമായ കാഴ്ചകൾ നമുക്ക് വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉള്ള ആളുകളിൽ തന്നെ കാണുവാൻ സാധിക്കും. അത് വളരെ കഷ്ടവും രംഗം ഏറെ ദയനീയവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വക്കീലായി മതി, അള്ളാഹു കഫീലായി മതി, അള്ളാഹു സുബ്ഹാനഹു വതആല കാഫിൻ, അവൻ മതിയായവനാണ്. ഇതൊക്കെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രഖ്യാപിക്കുമ്പോൾ ആ അള്ളാഹുവിൽ എങ്ങനെയാണ് വിശ്വാസികൾ നിരാശപ്പെടുക? എങ്ങനെയാണ് ഇച്ഛാഭംഗപ്പെടുക? ആ അള്ളാഹു പോരെ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ അള്ളാഹു അല്ലാത്തവരും വേണമെന്ന നിലക്ക് എങ്ങനെയാണ് ആളുകൾ വിഷയം അവതരിപ്പിക്കുകയും വിഷയങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുക? അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഹിദായത്തേകുമാറാവട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഈ സത്യദീനിൽ അള്ളാഹു നമ്മുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മളെ എല്ലാവരെയും അവൻ്റെ ജന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തൊരിടമേകി അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. മരണപ്പെട്ട ചിലരുടെ വിഷയത്തിൽ സംസാരിക്കേണ്ട അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളായി മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവൻ്റെ മഗ്ഫിറത്തും മർഹമത്തുമേകി അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ അവൻ്റെ ആഖിറത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ നഷ്ടപ്പെട്ട അവരുടെ ബന്ധുമിത്രാദികൾക്ക് ഹൃദയവിശാലത നൽകുമാറാവട്ടെ. അവർക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്കെല്ലാവർക്കും കൺകുളിർമയേറ്റി നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഈ ദുനിയാവിലും നാളെ റബ്ബിൻ്റെ ആഖിറത്തിലും കൺകുളിർമ നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തഖീങ്ങൾക്ക് അയിമ്മത്തുകളായി ജീവിക്കാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.